ഷാനെ എടാ അടിപൊളി ചായ റാസൽ ഗെയിമിൽ ഒരു ഹിഡൻ ജമ്മുണ്ട്, നല്ല അടിപൊളി ചായ കിട്ടും, അങ്ങനെ ഭയങ്കര സംഭവമായിട്ട് ഈ കൊണ്ടുവന്നാണല്ലോ. ഒന്നും കാണാനില്ലല്ലോ, ഇത് എവിടെ ഇത് സംഭവം? നിനക്ക് ചായ കിട്ടിയ പോലെ മതി, ചായ മതി, വെറൈറ്റി ചായ. അയ്യോ അതന്നെ ഇപ്പൊ വരും. ആണോ? You used to call me on my cell phone. Call me on my cell phone. وقلت اشترك لقيتك بياني Call me on my cell phone. لك انت اللي جبتني انت نادتني Call me on my cell phone. وقلت اشترك لقيتك بياني Ever since I left the city, you ضيعتك وقتك وبوقتي وهو جاي دلوقتي خلاص وقتي بتقولي نسيت وانا يعني girl, you got me غصبت dressed up. ما انت اللي شغلتني بيه قلبك مغرور عايش എടാ ഇത് ഒരുപാടുണ്ടല്ലോ, ചായ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കഴിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് എന്താ സംഭവം, ഒന്ന് പരിചയപ്പെടുത്തി തന്നെ. എടാ ഇത് ഇവിടുത്തെ കുറച്ച് ഐറ്റം ചായകൾ മാത്രം ഇപ്പൊ നിന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ നോർമൽ ചായ, ഇത് നൊസ്നസ്, അതായത് നമ്മുടെ സുലൈമാനിയിൽ വരുന്ന ഒരു പുതിയൊരു ഐറ്റം ആണ്. ഓക്കെ, പിന്നെ അതുപോലെ നമ്മുടെ കറക്കിൽ വരുന്ന നൊസ്നസ് ആണ്. ഇത് പിന്നെ നമ്മുടെ സാധാ സുലൈമാനിയാണ്. ഓക്കെ. എനിക്ക് കറക്കാണ് എന്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്നത്. കറക്കും ടേസ്റ്റ് ചെയ്ത് നോക്കാം ഈ കറക്ക് ടേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആ ഈ നൊസ്നോസ് കറക്കിന്റെ Okay. നൊസ്നോസ് ഒന്ന് നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ ആയിട്ടോ, അടിപൊളിയാണ്. അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. ഇപ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഒരു 2-3 സിപ്പ് കഴിക്കാൻ തോന്നുന്നു. എടാ ഇവിടുത്തെ എന്റെ ഫേവറേറ്റ് ഐറ്റം നൊസ്നസ് ആണ്, അതും സുലൈമാനിയിലുള്ളത്. അടിപൊളി ഐറ്റം ആണ് ഇത്. ഷംസുവേ, നിനക്ക് ഈ കേമാത്തിന്റെ പ്രത്യേകത അറിയോ? ഇല്ലല്ലോ, പറഞ്ഞു. ഈ കേമാത്തിനകത്തൊരു സാധനമുണ്ട്, ഒരു വിധപ്പെട്ട എല്ലായിടത്തും ഉണ്ടാവാം, പക്ഷെ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വെറൈറ്റി ഐറ്റമാണ്. ജിബനാവുന്നുള്ളൂ അല്ലേ? അതെ, ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതിന്. അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഷംസുവേ, ഇത് അറബികൾ മാത്രം കഴിക്കുന്ന ഒരു ഐറ്റം. ഇപ്പൊ നമ്മൾ മലയാളികളും കഴിക്കുന്നുണ്ട്. എന്താ പേരെന്താ ഇത് സംഭവം? നമ്മുടെ റൊട്ടി അല്ല, റൊട്ടി എന്നല്ല, നമ്മുടെ ഒരു അപ്പത്തിന്റെ ഒക്കെ ഒരു ഇതാണ് അല്ലെ? അപ്പം അല്ലെങ്കിൽ നമ്മുടെ ദോശ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതിനകത്ത് ജിബനും തേനും പിന്നെ ഇവരുടെ ഒരു സ്പെഷ്യൽ ഒരു സാധനം ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ പേരാണ് ചെബാബ്. ചെബാബ് അല്ലേ? അതെ. ഇതിന്റെ ഫ്ലേവേഴ്സ് ഏതൊക്കെയാ? ഒരുപാട് ഫ്ലേവർ ഉണ്ട്. ഒരുപാട് ഫ്ലേവേഴ്സ് ഇവർക്കുണ്ട്. ഞാനിപ്പോ ഇതില് മറ്റേ ജിബൻ വീഴുന്നതും ന്യൂട്ടെല്ല വരുന്നതും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ. ന്യൂട്ടെല്ല എങ്ങനെ ഉണ്ടോ ഇതില്? ന്യൂട്ടെല്ല ഉണ്ട്, നോക്ക്. ഓക്കെ, നമുക്ക് മൊത്തത്തിൽ പൊളിച്ച് കാണിക്കാൻ പറ്റില്ല കൈ. എടാ ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആണ് സാധനം. ആ ന്യൂട്ടെല്ലയുടെ ഫില്ലിങ് തന്നെ കണ്ടോ നീ? എൻ്റെ കൈ കൂടെ ഒക്കെ നല്ല പോകുന്നുണ്ട്. ഓക്കെ, ആ ന്യൂട്ടെല്ലയും ഇവരുടെ ആ മിക്സിങ്ങും എല്ലാം കൂടി ചേർന്നിട്ട് കഴിക്കാം. എൻ്റെ ഷംസേ, ഒരു വാവ് ഫീല് തന്നെയാണിത്. എന്താ ഐറ്റംസ് പുതിയ ആണെന്ന് തോന്നുന്നുണ്ടല്ലോ, എന്താ സംഭവം? ഇത് പുതിയ ഐറ്റം ഒന്നും അല്ലടാ മോനെ. ഇത് വന്നിട്ട് നമ്മുടെ അറബികളുടെ ഇടയിൽ മാത്രം പ്രചരിച്ചു വരുന്ന ഒരു സ്വീറ്റ് ഐറ്റം ആണ്. ഇത് ചില സ്ഥലങ്ങളിൽ ഈ മുട്ട നല്ലപോലെ തോരനൊക്കെ ആക്കിയിട്ടാണ് തരുന്നത്, പക്ഷെ ഇവിടെ സാധാ ഓംപ്ലേറ്റ് അടിച്ചിട്ട് അതിന്റെ മേളിലാണ് തരുന്നത്. ഇത് പിന്നെ വേറെ ഓവർ സ്വീറ്റ് ആണ് ഇത്. ആണല്ലേ? ഇതിന്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ മുട്ടയും ഈ സേമിയ പോലുള്ള ഈ സാധനം. സേമിയാണ് നമ്മുടെ നാട്ടിലെ സേമിയ തന്നെയാണ്, അതിനകത്ത് സ്വീറ്റ് ആഡ് ചെയ്തിട്ടുള്ള ഒരു പലഹാരം, അറബികളുടെ ഇടയിലുള്ള ഒരു ട്രഡീഷണൽ പലഹാരം തന്നെയാണിത്. അപ്പം ഞാനിതൊന്ന് ട്രൈ ചെയ്യാണ്. നോർമൽ കിട്ടുന്ന ഇതിനെക്കാട്ടിയും ഒരു ആവറേജ് മധുരമേ ഇവിടെ ഉണ്ടാക്കുന്നതിലുള്ളൂ. ഇതിന് സാഫ്രോണും എല്ലാം അടങ്ങിയ ഒരു സ്വീറ്റാണ്. റിച്ച് സ്വീറ്റ് ആണല്ലേ? അതെ. ഷാനിത് എന്താണ് സംഭവം? നമ്മുടെ നാട്ടില് എന്താ പറയാ, നെയ് റോസ്റ്റോ മസാല ദോശ ഒക്കെ പോലെ ഒരു ഐറ്റം ആണല്ലോ. അടിപൊളി സാധനം ഒന്നും അല്ലേ?
അതെ, ഇത് ഇവിടുത്തെ അറബികളുടെ ഇടയിൽ വളരെയധികം ഫേമസ് ആയിട്ട് പണ്ടുകാലം മുതൽ ഇവിടുത്തെ ലോക്കൽസിന് ഇഷ്ടമുള്ള ഐറ്റംസിൽ നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ അവരുടെ ട്രഡീഷണൽ ഐറ്റമാണ്. ഇതിന് റിഗാഗ് എന്ന് പറയും. റിഗാഗ് ഇത് ഒരുവിധപ്പെട്ട എല്ലാ ഏരിയയിലും ഈ ഷാബി ഏരിയയിലൊക്കെ നമുക്ക് ഇത് കിട്ടും. ഇതിപ്പോ നമ്മളിവിടെ ഈ കഫ്തീരിയയിൽ അവൈലബിൾ ആണ്. ഇവരുടെ ഒരുപാട് ഫ്ലേവേഴ്സുകൾ അവൈലബിൾ ആണ്. നീ ഒന്ന് ഓപ്പൺ ചെയ്ത് ഷംസുവേ, ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഇതിനകത്ത് നമ്മുടെ ജിബനും ന്യൂട്ടല്ലയും എല്ലാം കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ട് അവരുടെ ഒരു പ്രത്യേക ഒരു ഹണിയും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ്. ഷംസുവേ, നീ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, നിനക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയുണ്ട് ഐറ്റം? സൂപ്പർ. ഞാൻ പറഞ്ഞില്ലേ നിനക്കിത് നല്ല ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ്, നല്ല ആ ഒരു ഫ്ലേവറും. ഇതിനകത്ത് മറ്റേ പൊട്ടാറ്റോ ചിപ്സ് ആഡ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. ഇവിടെ അരീസൊക്കെ ഉണ്ടടാ, കണ്ടില്ലേ? ചെറിയ പോർഷൻ 5 ദിർഹംസ് ഉണ്ട് ചിക്കൻ്റെ. 5 ദിർഹം ഉള്ളൂ? 5 ദിർഹംസേ ഉള്ളൂ. ബാക്കി എവിടെ പോയാലും റാസ്ലൈമയിൽ എവിടെ പോയാലും 10 ദിർഹംസ്, ചെറിയൊരു പോർഷന് 10 ദിർഹംസ് ആണ് ചാർജ് ചെയ്യുന്നത്. ചിക്കൻ ആണോ? ചിക്കൻ 5 ദിർഹംസും മട്ടൺ വരുമ്പോൾ 8 ദിർഹംസും ആണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. നല്ല പ്രൈസ് ആണോ അല്ലേ? അടിപൊളി സാധനം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയോ, വേണമെങ്കിൽ നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയോ. കബീസ് അറബികളുടെ സ്വീറ്റുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അറബികൾക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് സ്വീറ്റ് ആയിട്ട്. അതിൽ അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിലും ഏറ്റവും നല്ല സാധനമാണ് ഈ കബീസ് എന്ന് പറയുന്നത്. ആൽമണ്ടും അതുപോലെ തന്നെ സാഫ്രോണും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കബീസാണ് ഇവിടെ കിട്ടുക. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ഉണ്ട്. മറ്റുള്ളിടത്ത് നിന്നും നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ഇവിടുത്തെ കബീസിനുണ്ട്. ഇവിടെ ഹെൽത്തി ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. അതിൽ 2 ഐറ്റം മാത്രമാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ജിമ്മിനൊക്കെ പോകുന്നവരൊക്കെ ഒരുപാട് ചൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അറബ്സ് കൂടുതലും ചായയുടെ കൂടെയൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഷംസുവേ, ഇവരുടെ ഒരു ഓൺ പ്രോഡക്റ്റ് ആണിത്. നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം റെഡിമെയ്ഡ് ആയിട്ട് ഈ സാധനം കിട്ടും. എന്ത് സാധനം ഇത് കർക്കടി എന്ന് പറയും. കറക്കടി. യഥാർത്ഥത്തിൽ ഇതിന്റെ പേര് അങ്ങനെ തന്നെയാണോ എന്നറിയില്ല. അറബികളുടെ ഇടയിൽ ഇങ്ങനെ അറിയപ്പെടും. ചെമ്പരത്തി പൂവും അതുപോലെ തന്നെ ഇതിന്റെ കുറെ കൂട്ടുകളുണ്ട്. അത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല, എന്നാലും ഇതൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ്. നോക്കട്ടെ. നമുക്ക് ഈ ചൂടത്ത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ വളരെ ഉത്തമമായ ഐറ്റമാണിത്. ആ ഒരു വെർജിനിറ്റിയുടെ ഒരു ഫീല് അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. നമ്മൾ മറ്റ് ബ്രാൻഡുകളുടെയൊക്കെ, ഞാനിപ്പോൾ ഇവിടെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, മറ്റ് ബ്രാൻഡുകളുടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന കർക്കടിയുടെ വെച്ച് നോക്കുമ്പോൾ ഇത് എന്തുകൊണ്ടും അടിപൊളിയാണ്. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ കഴിഞ്ഞോ? പോവല്ലേ? ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? പോവാൻ വരട്ടെ, ഇനിയാണ് ഐറ്റം. ഇനിയുണ്ടോ? നീ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയ ഷംസുവേ. ശരീരത്തിന് ഏറ്റവും നല്ലൊരു പാനീയമാണ്. ചുമ, കഫക്കെട്ട് അങ്ങനെയൊക്കെയുള്ള എല്ലാ ഉടനടി മാറുന്ന ഒരു ഔഷധ ചായ. കണ്ണു പളുവ കിടില സാധനം കേട്ടോ. ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ വരുന്നത് മഞ്ഞളും ചെറുനാരങ്ങയും അതുപോലെ ഇഞ്ചിയും, ഇത് 3ഉം കൂടെ ചേർന്നിട്ടുള്ള ഒരു കിടിലൻ അടാറ് സാധനം. എല്ലാവരും ഒന്ന് കഴിക്കണം. ഈ ഒരു ചൂടത്ത് ബെസ്റ്റാണ്. ലാസ്റ്റ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ ഒരു കിടിലൻ അവിൽ മിൽക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് അവിൽ മിൽക്ക് റാസൽ കേവിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടിട്ട് സാധനം കിട്ടുവാണെന്ന് തോന്നുന്നു. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. ഇപ്പം നമുക്ക് നാട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന, നമുക്ക് കോട്ടക്കലിൽ നിന്നൊക്കെ ആൾക്കാർ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ശരിക്കും നമുക്ക് ആ ഒരു നൊസ്റ്റാൾജിക് ഫീൽ വരും. അല്ല, കിടിലൻ സംഭവം തന്നെയാണ്. ഷാനിത് എന്താന്ന് സംഭവം മനസ്സിലായോ? ഇല്ലടോ, ഞാനത് ആദ്യമായിട്ടാ കാണുന്ന കേട്ടാ. ഇത് നന്നാരിയാണ്. നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പ്യുവർ നന്നാരിയുടെ അടിപൊളി എന്താ പറയാ ജ്യൂസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇവര് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇതിനെ സിറപ്പാക്കാണ്, കാച്ചിയിട്ട് ഇതിനെ സിറപ്പാക്കിയിട്ടാണ് ഇവർ ഈ സർവത്ത് ഇവിടെ സെർവ് ചെയ്യുന്നത്. കിടിലൻ സംഭവമാണ്.
കഴിച്ചു നോക്കാൻ വേണം. കാരണം ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് അത്രയും പ്യൂരിറ്റി ഉള്ള ഒരു സാധനം. നമ്മൾ സിറപ്പിലായിരിക്കും നന്നായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക. കിടിലൻ സംഭവമാണ്. എല്ലാവർക്കും വന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത വൺ ഓഫ് ഫേവറേറ്റ് ആയിരിക്കും. എല്ലാവരും വന്ന് ടേസ്റ്റ് ചെയ്യുക. ഇതിന്റെ സ്മെല്ല് തന്നെ, ഈ ഒരു സ്മെല്ല് തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര റിഫ്രഷ്മെന്റ് ആയിരിക്കും. അപ്പൊ ഈ ചൂട് സമയത്ത് പ്രത്യേകിച്ചും കിടിലൻ സംഭവമാണ്. അപ്പൊ ചിയേഴ്സ്. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് റാസൽ ഹൈമ മേരീസിലുള്ള, അതായത് റാസൽ ഹൈമ എമിഗ്രേഷന്റെ തൊട്ടടുത്ത് ഹത്തബ് അവൽ കഫ്തീരിയ.